പിന്നെ ഇത് ഇന്ന് 22-ാം തീയതി പൊന്നാറ മക്കളെ കുറേ ദിവസമായിട്ട് ബോംബെയിൽ തെങ്ങേറിയിട്ട് കുറച്ച് ദിവസമായിട്ട് തെങ്ങേറ്റം നിർത്തി ഇവിടെ വന്നിട്ട് 10-15 ദിവസമായില്ല പെരുന്നാൾ 4 ദിവസം മുന്നേ വന്നതാ. അപ്പോൾ പണിക്കൊന്നും ഇപ്പോൾ പറമ്പിൽ പണിയെടുത്ത് നോക്കുമ്പോൾ ഈ തോലിതാ ഈ ബദാം ഒന്ന് കാണിച്ചു കൊടുത്താൽ താഴത്തുള്ള ബദാം മോളിക്ക് താഴത്തേക്ക് കാണിച്ചു കംപ്ലീറ്റ് ബദാം കാണിച്ചു കൊടുത്തു സൂം ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ കണ്ടില്ലേ. ഇത് ജനങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങോട്ടൊക്കെ ജനങ്ങൾ പോണോടത്ത് ആകെ ബദാം വീണിട്ട് ആകെ ചളി ആ ചളി ചേറൊക്കെ കാണിച്ചു കൊടുക്കും കാണത്തപ്പര് കണ്ടില്ലേ. ഇത് എൻ്റെ പെണ്ണുങ്ങൾ അടിച്ച് വൃത്തിയാക്കിയിട്ട് അതൊരു ബുദ്ധിമുട്ട് പാവം അപ്പുറത്തുള്ള ആ വീട്ടുകാർ അവരും അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ആകെ ഇതായിട്ട് എന്താ അങ്ങോട്ട് പറയാ. ഒരാളെ വിളിച്ചിട്ട് കിട്ടണ്ടേ, ആരും വരുന്നില്ല. എല്ലാവരും പറയുന്നത് പറ്റൂല, മരമാണ് വെഴുക്കുകയാണ്. രാജേട്ടനും കുറെ ഇടങ്ങറായില്ല. രാജേട്ടനാ വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് തിരിച്ചുവിടും വിചാരിച്ചതല്ല. രാജേട്ടൻ ആളെ കിട്ടായിട്ട് ഇതൊന്നും ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞങ്ങളെ അവസ്ഥ പറ്റി. എന്നിട്ട് രാജേട്ടൻ പറഞ്ഞ് മാനിച്ച് ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ ഉണ്ടോ എൻ്റെ കൂടെ നിങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വെട്ടി ഇപ്പോൾ കുറച്ചെല്ലാം വെട്ടി വൃത്തിയാക്കി ഇപ്പോൾ ജനങ്ങൾക്ക് പോകാനുള്ള കാണിച്ചു കൊടുക്കുക. അടിയിൽ കാണിച്ചു കൊടുക്കട്ടെ. ജനങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യം. അങ്ങനെ കുറേ ദിവസം തെങ്ങ് കയറാത്ത കാരണം ഇപ്പോൾ ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ കയറി വെക്കുമ്പോൾ ആകെ ഇങ്ങോട്ട് തളർന്നു. ഞങ്ങളെ ജീവിതമല്ലേ രാജ ഒക്കെ ശരിയായിക്കോളല്ലേ രാജേട്ടൻ. രാജേട്ടൻ പറഞ്ഞില്ല ഒക്കെ ശരിയായി പേടിക്കണ്ട നഞ്ഞു വെച്ചാണ്. ഇങ്ങനെ ഈ പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നട്ടാ. എന്താ നിങ്ങളെന്തോ പറഞ്ഞല്ലോ, അപ്പൊക്കെ വേഗം വീഡിയോ എടുക്കാൻ തോന്നിയതാ. നിങ്ങളെന്താ ഈ പണിയിൽ നല്ല മരമട്ടേർ തന്നെ ഉണ്ടായിട്ട് പറ്റില്ല പറഞ്ഞിട്ട് ഒഴിവായി പോയതാണ്. അപ്പൊ ഇന്റെ പണി കണ്ടപ്പോ രാജേട്ടൻ നിങ്ങളെന്താ പറഞ്ഞു അന്നെ സമ്മതിച്ച് പോണം. എന്താ നിങ്ങൾ പറയുന്നോ? എന്നെ സമ്മതിച്ച് വാങ്ങോ, പണിയൊന്നും ചെയ്യാൻ ആളെ കിട്ടൂല. കാരണം കറണ്ടും കമ്പിയാണ് ചുറ്റു ഭാഗം കറണ്ട് കമ്പി. രാജേട്ടന്റെ വീടിന്റെ അടുത്ത് പോയിക്കണക്കാണ്, കേബിള് പോയിക്കണക്കാണ്. ഇന്റെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് ചേർക്കണം. അപ്പൊ ഇതിന് അത്രമാത്രം ഇതിന്റെ തൂക്കം നോക്കിയിട്ട് നമ്മൾ മുകളിൽ കയറിടണം. ഒറ്റ മുകളിൽ പോയി കയറിട്ടിട്ട് ആ കറണ്ട് കമ്പിയും ലൈൻ കമ്പിയും ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം തൂക്കം ഇറക്കിയിട്ട്. അപ്പോൾ ബോംബെയിൽ ഞാൻ ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. ആ രാജേട്ടൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് പറയുന്നത് അവിടെ എവിടേക്കാച്ച് വിട്ടുകൊടുക്കണമെന്ന്. അപ്പോൾ ഇവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കഥകളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബോംബെയിലൊക്കെ ഭയങ്കര ഡേഞ്ചർ പിടിച്ച പണിയാണ് രാജേട്ടോ, സത്യം പറയണേ. കാരണം അത്ര ആളെ കിട്ടായിട്ട് ഞാൻ ഇന്നെ വിളിക്കരുത്. കാരണം തെങ്ങ് നല്ല ഹൈറ്റിലാണ്ട് പോയിട്ട് അപ്പൊ എന്റെ പണി കണ്ടിട്ട് ആകെ അന്തം വിട്ട്. അപ്പുറത്തെ ഇവിടെ സലാമിനെ വിളിച്ചിട്ട് ആ ഭാഗത്ത് ഇവിടെ ഇപ്പൊ മിഞ്ഞാന്ന് വെട്ടിപ്പോ കറണ്ട് കമ്പിക്കൊക്കെ വീണ്ടപ്പോ രാജേട്ടൻ അതാ പറഞ്ഞത്. അതാകെ പ്രശ്നമായി പറഞ്ഞിട്ട് നമ്മളൊരു പണിയെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മുകളിലാണ് പണിയെടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്തായിട്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ആ വലിയൊരു അപകടത്തിൽ പോയി പെടും. അപ്പം നമ്മൾ എന്തൊരു ചണി കേൾക്കുമ്പോഴും അതിന് 4 ഭാഗത്തേക്ക് ചിന്തിക്കാതെ ഈ പോണ മരം എവിടേക്ക് പോകും, പെട്ടെന്ന് എവിടേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക. മുകളിലെടുക്കുന്ന ആൾ ഈ കയറുകൊണ്ട് കെട്ടണം. മുകളിലെടുക്കുന്ന ആളുണ്ടല്ലോ, പ്രത്യേകിച്ചും പറയുന്നുണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി കെട്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുക. അല്ലാതെ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും സംഭവിക്കുക അത്ര വല്ല MBBS ആയിട്ടും കാര്യമില്ല. കാരണം നമ്മളെ ശ്രദ്ധ ഏത് സമയത്ത് എവിടേക്കാ പോകുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ അപകടം ചിലപ്പോൾ നേരെ നമ്മളെ ദേഹത്തേക്കാരം വരും. ആ വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ ഒരു കൈ കൊണ്ടാക്കാരം ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ കാല് എവിടെയും ഒരു സെക്കൻഡൊന്നും തട്ടിയാൽ മതി. ഒരു മരത്തിൻ്റെ ചെറിയൊരു കഷ്ണം തട്ടിയാൽ അത് മതി നമ്മളൊന്നും തെറിപ്പിക്കാൻ. അപ്പം നമ്മൾ എന്താണ് ഇങ്ങനത്തെ കയറ് കണ്ടില്ലേ, ഇതിനെ മരത്തിന്മേൽ കെട്ടിയിട്ടല്ലാതെ എത്ര വല്ല ഡോക്ടർമാരും പണിയെടുക്കാൻ നിൽക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കണം ഞാൻ കുറേ സർവീസ് ഉള്ളതാണ്, ഇക്കൊന്നും സംഭവിക്കില്ല. അത് സംഭവിക്കേണ്ട സമയം എപ്പോഴാണ് ഒരു മനുഷ്യനക്കും അറിയില്ല. ഇത് ആ കയറ് കെട്ടിയാൽ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. ഞാനും അവിടെ രാജേട്ടോ ഇതൊക്കെ ഉള്ള സംഭവം പറയണേ, നിങ്ങളോടും പറയാണ്. എൻ്റെ വാപ്പനോട് പറഞ്ഞാൽ അവിടെ പ്ലാവ് ഉണ്ടായിരുന്നു, വീടിൻ്റെ മുകളിൽ ചെരിഞ്ഞ് പോയതായിരുന്നു. അപ്പോൾ ആ പ്ലാവിനോട് പറഞ്ഞു ഇടഞ്ഞൊന്ന് എനിക്ക് പലവിടേക്കൊന്ന് വയ്ക്കോ മുറിക്കാണെന്ന് പറഞ്ഞു. ആ ഉപ്പല്ലപ്പം എന്നോട് ഒരു കാര്യം പറഞ്ഞിരിക്കണേ. വേറെ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് പേടിയാ, പക്ഷെ ഉപ്പ പറയുമ്പോൾ പിന്നെ മക്കൾക്ക് ധൈര്യത്തിൽ ചെയ്യാം. അത് ഞാൻ എന്ത് ചെയ്താൽ മിഷീൻ വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയായിരുന്നു. ആ വെട്ടുന്ന സമയത്ത് ഞാൻ ഈ കയറ് കെട്ടിയ കാരണം അതുകൊണ്ട് മരണ്ട് അതുകൊണ്ട് വീണോട് കൂടി ഇന്നെ വന്നിട്ടുണ്ട് അടിച്ച്. അത് ഇന്നെ വന്ന് അടിച്ചോട് കൂടി എൻ്റെ ഈ 2 കാല് റബ്ബാണ് ദൈവസത്യം പറഞ്ഞത്, 2 കാല് മോളിക്കാണ്ട് പോകുമ്പോൾ എൻ്റെ ഒപ്പം ഇവിടുന്ന് ഒരു കാളി. ഈ മിഷീൻ ഉണ്ടല്ലോ, മിഷീൻ്റെ മുകളിൽ ഞാൻ ചിന്തിച്ച്. കാരണം എന്താ അറിയോ, അഥവാ മിഷൻ അപകടത്തിൽ പോയി ചാടുക എന്നുണ്ടെങ്കിൽ മിഷൻ അപ്പം വിട്ടു കൊടുക്കണം. അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് താഴത്ത് വന്ന് അല്ലെന്ന് അത് താഴത്ത് വന്ന് അടിക്കാനും പാടില്ല. ഇത് പറഞ്ഞേക്ക് ഇതൊക്കെ ഉള്ള സംഭവം ഇതുകൂടി കേൾക്കട്ടെ. അപ്പൊ ഈ മിഷന്റെ മുറിച്ചപ്പാട് ഈ മിഷന് ഞാൻ ഒരു 2 മീറ്റർ തൂക്കം വെച്ചിരുന്നു. അത് വന്നിട്ട് താഴത്തേക്ക് വീണു. അപ്പൊ താഴത്തേക്ക് വീണില്ല. ആ മിഷൻ ഇങ്ങനെ തൂങ്ങി ഞാൻ നേരെ അങ്ങോട്ടേക്ക് പൊന്തിയോട് കൂടി മരം താഴത്തേക്ക് വീണ്
എന്തൊരു ഭാഗം കൊണ്ട് ഞാൻ ഈ കയറ് കെട്ടിയ കാരണം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ല എനിക്കൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാട്ടാ. നമ്മൾ വിചാരിക്കും കാരണം അതുപോലെ പിന്നെയും പറയിച്ചു ഒരുപാട് ഇവർ ആരും എൻ്റെ വീഡിയോസ് കാണില്ല. അവർ പാർശ്വ കമൻറ്റിൽ എന്താ ചെയ്താൽ അറിയാം ആ നായ്ക്ക് ഭ്രാന്താ, പിന്നെ എന്താ ഇപ്പം ചെയ്യുക. എന്നാൽ ആയിക്കോട്ടെ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. ഞാൻ അവിടുത്തെ കൊമ്പൊക്കെ വെട്ടിയില്ലേ, അപ്പോൾ ചെറിയ കൊമ്പ് ഇങ്ങനെ ബദാമിൻ്റെ. അപ്പോൾ നമ്മളെ അയൽവാസിയാണ് രാജേട്ടന്, എൻ്റെ വീഡിയോയുടെ കൂടെ നിന്നില്ലേ, മൂപ്പുകാർ ഇവിടെ വന്നിട്ട് ഞാൻ പൈസ തരിക എന്താ നിങ്ങളോട് ചോദിക്കുക. എടാ നമ്മളെ രാജേട്ടൻ വന്ന് എനിക്ക് പൈസ കണ്ടില്ല, നിങ്ങൾ കണ്ടില്ല എന്താ ഞാൻ പറഞ്ഞില്ലേ. മൂപ്പേർ പാവം 500 റുപ്യ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട. അപ്പോൾ നമ്മൾ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ വീടും മൂപ്പേരുടെ വീടും ഇനി അപ്പുറത്തൊരു വീട് വരാൻ പോവാണ്. ഇവിടെയൊക്കെ വീടുണ്ട്. പക്ഷേ നമ്മൾ പൈസക്ക് വേണ്ടി ചെയ്തതല്ലേ. കാരണം നമുക്കും ബുദ്ധിമുട്ടുണ്ട്, അവർക്കും ബുദ്ധിമുട്ടുണ്ട്, അപ്പുറത്തുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട്. പൈസ പേടിക്കണം. എങ്ങനെ നമ്മൾ വേറെ ആളെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെ 2-3 വീട്ടുകാർ പൈസ തരുന്ന ആൾക്ക് കൊടുക്കുക. അപ്പം ഞാൻ പണിയെടുക്കുന്നതിന് മൂപ്പര് പൈസ തന്നപ്പോൾ ഞാൻ എത്ര സന്തോഷിച്ച് ഞാനത് തിരിച്ചു കൊടുത്ത്. അപ്പം അത് നമുക്ക് തരരുതിട്ടാണ്. മൂപ്പരുടെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ പണിയുണ്ടോ, തെങ്ങുമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങളിനെ വിളിച്ചോളൂ. അത് പൈസക്കല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പരസ്പരം ചെയ്യണം. പൈസ ഞാൻ മേടിക്കലുണ്ട്. ബോംബെ ചെന്നാൽ ഒരു തെങ്ങ് 2000, 2500, 3000, 4000 ഒക്കെ മേടിക്കും. അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. ഇവിടെ എൻ്റെ അയൽവാസികൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഞാൻ കൂടെ നിൽക്കും. അതിന് പൈസക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കയ്യിനും കാലിനും ഉള്ള ആരോഗ്യം തന്നിട്ടുണ്ട്. ഇത് നഷ്ടപ്പെടുന്ന സമയത്ത് ആരെങ്കിലും 100 റുപ്യ വന്നാൽ ഞാനത് മേടിക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അധ്വാനിക്കുക, എന്നിട്ട് ഇല്ലടാ കിട്ടുന്നുണ്ട് പറഞ്ഞോട് അധ്വാനിച്ചിട്ട് ജീവിക്കുക. എന്താ പറഞ്ഞിട്ട് ആരാടാ അധ്വാനിക്കുക. എന്നിട്ട് മതി, ആ പൈസ കൊണ്ട് മതി നമ്മളെ കുടുംബം കഴിഞ്ഞു പോവാ. വേഗം അധ്വാനിച്ചിട്ട് ജീവിക്കണം. ഇതേമാതിരി മാനാക്ക. എന്നിട്ട് വേണം ഈ പൈസ കൊണ്ടാണ് നമ്മള് ഈ കുടുംബം. ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ കൊണ്ട് വെക്കും. ഇതൊക്കെ ഉള്ളതാട്ട, ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയല്ല. എന്റെ മകന്റെ കമ്പനിക്കാരാണ്. എന്നാ ഇവിടെ കൊണ്ട് വെക്കട്ടെ. ഇനി കമന്റ് നമുക്ക് നോക്കട്ടെ. അഭിപ്രായം കമന്റ്. വണ്ടി റോഡ് കാണിച്ചു പോണേ. ഇതാണ് അവസ്ഥ. ഇതാകെ വന്നിട്ട് കൊതു വന്നിട്ട് ഇത് ചളിയൊക്കെ കാണിച്ചു കൊടുക്കും. കൊതു വന്നിട്ട് ആർത്തിട്ട് ഇവിടെ വീഡിയോസ് കണ്ടില്ലേ ഒക്കെ പഠിച്ച് വൃത്തിയാക്കി. ഇങ്ങോട്ട് കൈ റോഡ് ഇങ്ങനെ വൃത്തിയാക്കി. ജനങ്ങൾക്ക് പോകാനും വരാനും വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നോക്കാം അവസരമായില്ല. ഇങ്ങനെ കാണി അങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഇത് ഈ പണിയിലൊന്നും നമ്മൾ കുറവ് കാണിക്കരുത്. ആൾക്കാർ കണ്ടാൽ നമ്മളെ വില പോവും, നമ്മളെ അഭിമാനമുണ്ട്. എൻ്റെ ഒരു ജീൻസ് നമ്മൾ ജീൻസ് പാൻറ് ആ നല്ല ടിപ്ടോപ്പിൽ നടക്കുന്ന സ്റ്റൈലുണ്ട്. ആ വില നമ്മൾ കളയാൻ പാടില്ല. കുട്ടി ആ വില നമ്മൾ കളയാൻ പാടില്ല. നമ്മളാ പാൻറ് ഷർട്ട് ഇട്ട ഒരു വില ഉണ്ട്. ആ വില വെച്ചിട്ട് നടന്നെന്താരോ പോക്കറ്റിലെ പൈസ ഇങ്ങനെ തീരും. അപ്പോൾ അതും വേണം, ഇവിടെയൊക്കെ അതും വേണം. ഇങ്ങനെ ഈ അടിച്ച് വൃത്തിയാക്കി വെച്ചാളോ മോളെ, ഈ വെച്ചാളോ.